ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതേ മാലയ്ക്കനുസരിച്ചൊരു കമ്മലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഈ മാല നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടതാണ്. പിന്നെ ഇതിന് സെറ്റായി നമുക്കൊരു ഉണ്ടാക്കാം. ഇത് ഇങ്ങനത്തെ കമ്മലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ കയ്യിലെടുക്കേണ്ടത് ഇങ്ങനത്തെ ഫ്രെയിം വാങ്ങാൻ കിട്ടും. ഈ ഫ്രെയിം വാങ്ങാൻ കിട്ടുന്നത് കേട്ടോ. അതല്ലെങ്കിൽ നമുക്കിതുപോലെ കമ്പി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാവുന്നതുള്ളൂ. നമുക്കിതിന്മേൽ സെറ്റായിട്ടുള്ള കമ്പി ഉണ്ടാക്കാം. ബീഡ്സ്, വൈറ്റ് ബീഡ്സും നമ്മൾ ഗോൾഡൻ ഷുഗർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. നമ്മളത് നേര് തങ്കൂസാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത്. ഇതിൽ സൂചി കൊടുത്തിട്ടുണ്ട്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്നായിട്ട് നമുക്ക് ഒത്ത് കോർത്ത് തുടങ്ങാം കേട്ടോ. ഇവിടുന്നായിട്ട് നമുക്ക് ഈ കെട്ടങ്ങോട്ട് ഈ തറ്റത്തേക്ക് കൊടുന്ന ശേഷം സൂചി എടുക്കാം. ഈ സൂചിയിൽ നമുക്ക് 4 ഷുഗർ ബീഡ്സ് കോർക്കാം. 1 2 3 4. നമ്മൾ കോർത്തതിനൊക്കെ അത്യാവശ്യം ഹോളുള്ളത് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ രണ്ടാം വട്ടം അതിൽ കൂടെ വീണ്ടും സൂചി കയറ്റുമ്പോൾ മുത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഹോൾ കുറച്ച് വലുപ്പമില്ലെന്ന് നോക്കിയിട്ട് വേണം. ഇനി നമുക്ക് ഈ 2 ബീഡ്സ് ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് സൂചിയെ ഈ റിങ്ങിൻ്റെ അടിയിലൂടെ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ബീഡ്സ് ഉണ്ടെങ്കിൽ ഈ ഇപ്പോൾ മുകളിലെ ബീഡ്സ് നമ്മളിങ്ങനെ വലിച്ചപ്പോൾ അതിനുണ്ടായി അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ അടിയിലത്തെ ബീഡ്സിലൂടെ വേണം നമ്മൾ സൂചി മുകളിലേക്ക് എടുക്കാൻ. കണ്ടോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഇനി നമ്മൾ ബീഡ്സ് കോർക്കുമ്പോൾ 2 ബീഡ്സ് കോർത്താൽ മതി കേട്ടോ. ഇനി 4 എണ്ണം വേണ്ട. ഇനി നമ്മളങ്ങോട്ട് ഈ 2 ബീഡ്സ് കണ്ടോ, നമ്മൾ സൂചിനെ ഈ റിങ്ങിൻ്റെ പുറത്തോട്ട് എടുക്കുകയാണ്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ ബീഡ്സ് ഇങ്ങോട്ട് വന്നു. നമുക്ക് താഴത്ത് വന്ന ബീഡ്സിലൂടെ എന്ത് ചെയ്യണം? സൂചി മുകളിലേക്ക് എടുക്കണം. നമ്മൾ കോർക്കുന്നതിനനുസരിച്ച് നല്ലൊന്ന് വലിച്ച് കൊണ്ടുവരും കേട്ടോ. ഇത് ലൂസായി കഴിഞ്ഞാൽ ഈ വൃത്തി പോവും. നമ്മളെപ്പോഴും ടൈറ്റ് ആക്കാൻ കാര്യം മറക്കരുത്. ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ 2 ബീഡ്സ് കോർത്ത് പിന്നെ ഇതിൻ്റെ പുറത്ത് കൂടെ സൂചി വലിച്ചായിട്ട് നമ്മൾ ബീഡ്സുകൾ വന്ന ഇതിൻ്റെ അടിയിലൂടെ ബീഡ്സിൽ വേണം. എളുപ്പമാണ് കേട്ടോ. മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ ചെയ്തോട്ടെ. രണ്ട് എളുപ്പം നമ്മൾ ചെയ്ത് പഠിച്ചതിനത് അതുപോലെ നമുക്ക് ചെയ്യാം. നമുക്കിത് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ മുകളിൽ നിന്ന് ഇത് കോർക്കും ചെയ്യാം. കൂടെ നമുക്ക് എന്ത് ചെയ്യാം? 2 ബീഡ്സ് എക്സ്ട്രാ അടുത്ത് കോർക്കാൻ പോകുന്ന 2 ബീഡ്സ് സൂചിയിൽ നമുക്ക് ആദ്യം തന്നെ സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യാം? ഞാൻ വലിച്ചാൽ മതി. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് കോർത്തെടുക്കാം കേട്ടോ. ഇതേ മെത്തേഡിൽ തന്നെ നമുക്കിനി എന്ത് ചെയ്യാം? ഇവിടം വരെ കോർക്കാം. നമ്മൾ അവസാനം വരെ കോർത്തെടുത്ത് സൂര്യൻ്റെ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും കേട്ടോ. നമ്മളൊരു സ്റ്റെപ്പ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് ഇതുപോലെ വൈറ്റ് ബീഡ്സ് കോർക്കുകയാണ്. ഇത് ഒരു വൈറ്റ് ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും കോർത്തിട്ട് നമ്മൾ ഈ ഷുഗർ ബീഡ്സിന് മാറ്റി വൈറ്റ് ബീഡ്സിലൂടെ സൂചി നമ്മൾ ഈ ബീഡ്സിലൂടെയാണ് നമ്മൾ സൂചി കൊടുക്കുന്നത്. നമ്മൾ അടുത്ത നെക്സ്റ്റ് ബീഡ്സിലൂടെ
സൂചി താഴോട്ട് എടുത്തു കേട്ടോ. അതേ ബീഡ്സ് കൊടുത്തിട്ട് മുകളിലേക്ക് എടുക്കണം. വൈറ്റ് ബീഡ്സ് കയറാതെ വേണ്ടോ, മനസ്സിലാവുന്നില്ലേ? എനിക്കൊന്ന് പറയണം കേട്ടോ, ഞാൻ കമൻറ്റിൽ പറയണേ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ അതിലേക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. വൈറ്റ് ബീഡ്സും ഷുഗർ ബീഡ്സും ചേർത്ത് വീണ്ടും കോർത്തു. നമ്മൾ ഈ വൈറ്റ് ബീഡ്സിലൂടെ വീണ്ടും നെക്സ്റ്റ് ഷുഗർ ബീഡ്സിലൂടെയാണ് പാത്തുന്നത് കേട്ടോ. സൂചി താഴേക്ക് എടുത്തു. ഇനി നമ്മൾ അതേ ഷുഗർ ബീഡ്സിലൂടെയാണ് സൂചി മുകളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇത് നൈസായ ഈരായ കാരണം കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അത് ഞാൻ സൂചി വെച്ച് കാണിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മളെ ഈര് വന്നിട്ടുള്ളത്. ഇനി നമ്മളത് വീണ്ടും ഈ ബീഡ്സിലൂടെ എടുക്കുമ്പോൾ ഇതിൻ്റെ പുറത്തു കൂടെ വേണം എടുക്കാൻ. അതേ ഇതിൽ കൊടുത്താൽ കെട്ടഴിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ റിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെ അടിയിലൂടെ വേണം സൂചി വീണ്ടും മുകളിലേക്ക് എടുക്കാൻ. എന്നിട്ട് വീണ്ടും ഒരു വൈറ്റ് ബീഡ്സ് കോർക്കുക, ഷുഗർ ബീഡ്സ് കോർക്കുക. വീണ്ടും ഷുഗർ ബീഡ്സിനെ മാറ്റി നിർത്തി ഈ വൈറ്റ് ബീഡ്സിലൂടെ തന്നെ നെക്സ്റ്റ് ഷുഗർ ബീഡ്സിലൂടെ താഴേക്ക് എടുക്കുക. കണ്ടോ? വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ റിങ്ങിൻ്റെ അടിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഷുഗർ ബീഡ്സിൽ അതേ ഷുഗർ ബീഡ്സിലൂടെ സൂചി മുകളിലേക്ക് എടുക്കണം. വൈറ്റ് ബീഡ്സിൽ കയറരുത് കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് ഇതുവരെ അത് ചെയ്തെടുക്കാം. നമ്മൾ അവസാന ഭാഗമാണ് കോർത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കോർത്തുക ഉരുത്തി വീണ്ടും നിർത്താൻ പോകുക. ലാസ്റ്റ് ഫിനിഷിങ് പോയിട്ട് അതുപോലെ തന്നെ താഴേക്കാക്കി നമുക്ക് നല്ല വെയിറ്റ് പിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇതായിട്ടുണ്ടെങ്കിൽ നല്ല വെയിച്ച ശേഷം നമുക്കിത് ഇട്ടിട്ട് നിർത്താം. ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ വലിച്ചു കേട്ടോ. മറിച്ചൊക്കെ കോർത്തിട്ടാണ് നല്ല ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുക. കെട്ടിയ ശേഷം നമുക്ക് ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ നൂലൊക്കെ വേസ്റ്റ് ഒന്നുമില്ല, അതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് അഴിഞ്ഞ് പോകാതെ ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഉറപ്പിന് ചെറിയ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലത് കേട്ടോ. ഇതിൻ്റെ വേരിങ് വീഡിയോ ആയിട്ടുണ്ട്. ഇത് നാളേക്ക് സെറ്റ് ആയിട്ടില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Tata, bye bye, see you tomorrow.